എന്നിട്ട് പറയണോ? Okay, so we can discuss once again biased clippers. So biased clippers എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർമ്മയില്ല. അപ്പൊ നമ്മൾ മെയിൻലി clippers means some circuit, some circuit that will clip off any portion of the input signal. That is positive part or negative part of the input signal is clipped off. Okay, so in that case we have discussed positive and negative clippers. Okay, positive and negative clippers are discussed. So in positive clipper, ideally we can say complete positive half cycle is clipped off. Okay, and in negative clipper we can say complete negative half cycle will be clipped off. That is in ideal case. And practically we have to consider the diode drop. Okay, so diode forward bias avana condition vare, so that there will be a 0.6 or 0.7 volt. Up to that point diode will conduct. Okay, so we have to consider that voltage also. അപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമ്മൾ പോസിറ്റീവ് ക്ലിപ്പേഴ്സിന്റെയും നെഗറ്റീവ് ക്ലിപ്പേഴ്സിന്റെയും സീരീസ് പാരലൽ അതേപോലെ അതിന്റെ ഐഡിയൽ കേസും പ്രാക്ടിക്കൽ കേസും ക്ലിയർ അല്ലേ? ബയാസ്ഡ് അല്ലേ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഓക്കെ, സോ കമ്മിങ് ടു ബയാസ്ഡ് ക്ലിപ്പർ. സ്ക്രീൻ വിസിബിൾ അല്ലേ നിങ്ങൾക്ക്? ഓഡിയോയിലോ സ്ക്രീനിലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, so biased clipper means in some cases we need to eliminate a tiny portion of positive or negative half cycle of input signal voltage. Okay, so നേരത്തെ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പേഴ്സിലും നെഗറ്റീവ് ക്ലിപ്പേഴ്സിലും പറഞ്ഞത് കംപ്ലീറ്റ് പോസിറ്റീവ് സൈക്കിൾ ഓർ കംപ്ലീറ്റ് നെഗറ്റീവ് സൈക്കിൾ വി ആർ ക്ലിപ്പിംഗ് ഓഫ്. ഓക്കെ, ദർ നമുക്ക് ആ ഡയോഡിന്റെ ഒരു ബയസിംഗ് വോൾട്ടേജ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ അപ്പോഴേ നമുക്കൊരു കംപ്ലീറ്റ് എഫക്റ്റ് ഇല്ലാണ്ടുള്ളൂ. ഓക്കെ, ബട്ട് വി ക്യാൻ നെഗ്ലക്ട് ദാറ്റ് വൺ. നൗ if we want to eliminate a portion of positive or negative half cycle, not completely, if we want to remove a portion of it, we have to use biased clippers. Okay, biased clipper means we are applying external DC voltage battery. Okay, so അതിന്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾക്കത് ഒന്നുകൂടെ ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് തൊട്ട് അത് പറഞ്ഞിട്ടുണ്ടായതല്ലേ. സോ വി ക്യാൻ ഡിസ്കസ് അഗെയിൻ. സോ ഇവിടെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പേര് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. നെഗറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് ക്ലിപ്പർ, അതൊന്നും ഓർത്തോ. അല്ലാതെ നെഗറ്റീവ്ലി ബയാസ്ഡ്, പോസിറ്റീവ്ലി ബയാസ്ഡ് എന്നിട്ട് നിങ്ങൾക്ക് നെയിം വെച്ചിട്ടൊന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കൂല. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്താ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് തന്നു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സർക്യൂട്ട് എങ്ങനെ വരക്കണം, ആ രീതിയിലേക്കാണ്, ആ ലെവലിലേക്കാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് നെയിമിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. ബട്ട് നെഗറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് ക്ലിപ്പറിന്റെ പൊസിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ഡയോഡ് ഈ പാരലൽ പാത്ത് ഇതുപോലെ കണക്ട് ചെയ്താൽ ദിസ് ഇസ് നെഗറ്റീവ് ക്ലിപ്പർ. ഓക്കെ, നൗ നെഗറ്റീവ്ലി ബയാസ്ഡ് ഇതിനെ പറയാനുള്ള റീസൺ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ അല്ലെ, നെഗറ്റീവ് ഡയോഡിന്റെ അക്രോസും ഇവിടെ പോസിറ്റീവ്, ഈ രീതിയിൽ DC സോഴ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് നെഗറ്റീവ്ലി ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം ഈ DC വോൾട്ടേജ് ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചോ. ദാറ്റ് ഈസ് നമ്മുടെ ബയാസ്ഡ് അല്ലാത്ത ക്ലിപ്പറിന്റെ കേസിൽ. നെഗറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നത്? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദിസ് ഡയോഡ് വിൽ ഗെറ്റ് റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, since the diode is reverse biased, complete input is appear across the output, so our positive half cycle will be there. Okay, and during negative half cycle it will be forward biased and the input signal will bypasses through this diode and output voltage is 0. Okay, അതാണ് നെഗറ്റീവ് ക്ലിപ്പറിന്റെ വിത്തൗട്ട് ദിസ് DC സോഴ്സ് ആ വോൾട്ടേജ് ഇല്ലായിരുന്നെങ്കിൽ സംഭവിക്കുന്നത്. now we have this DC voltage here. Okay, so ഞാനൊരു വാല്യൂ വെച്ച് പറയാം, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവുക. സേ ഞാനിവിടെ ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് പ്ലസ് വി മാക്സ് പറയുന്നത് ദിസ് ഇസ് പ്ലസ് 10, മൈനസ് വി മാക്സ് ദിസ് ഇസ് മൈനസ് 10. ഓക്കെ, സോ അവർ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ 20 വോൾട്ട് പീക്ക് ടു പീക്ക് സൈനസോയിഡൽ സിഗ്നൽ. പീക്ക് ടു പീക്ക് വാല്യൂ 20 ഉള്ളത് മീൻസ് പ്ലസ് 10 പോസിറ്റീവ് സൈഡിലും മൈനസ് നെഗറ്റീവ് സൈഡിലും. ദിസ് ഇസ് ഞാൻ ഇതാണ് ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സേ ഐ ആം അപ്ലൈയിങ് ഈ ഒരു വോൾട്ടേജിന് ഞാൻ ഒരു വാല്യൂ പറയാണ്, ലെറ്റ് ഇറ്റ് ബി 3 വോൾട്ട്. ഓക്കെ, സർക്യൂട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാല്യൂ പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം.
ഓക്കെ, അപ്പോൾ ഇത് 3 വോൾട്ട് ആണെന്ന് വിചാരിച്ചു. Now first you can consider positive half cycle. During positive half cycle, what is happening? Positive half cycle to the negative end or to the end region of the diode. അല്ലെ, ഡയോഡിന്റെ ഇതാണ് നെഗറ്റീവ്, ഇതാണ് പോസിറ്റീവ്. So towards this side we get positive voltage. Okay, that is greater than 0. അത് നമ്മുടെ എന്താ എപ്പോഴും പോസിറ്റീവ് നമുക്ക് കറക്റ്റ് വാല്യൂ പറയാൻ പറ്റില്ല. It is start from 0 and up to 10 volt. So anyway it is greater than 0. Okay, and at positive terminal it is a negative value. അല്ലെ, so it is a fixed value 3 volt. At positive terminal it is 3 volt and at negative terminal it is എന്താണ് a value greater than 0. Okay, so always we have a high value at the negative side and low value at the positive side. കാരണം ഇവിടെ 3 എന്ന് പറഞ്ഞാലും എന്താണ് നെഗറ്റീവ് സൈഡ് ഇവിടെ ഉള്ളത്. സോ ഇൻ എഫക്ട് ഇവിടെ എന്താ വരുന്നത്, പോസിറ്റീവ് സൈഡിൽ ദാറ്റ് വോൾട്ടേജ് വിൽ ബി -3 വോൾട്ട്. അല്ലെ, ഈ 3 വോൾട്ടിന്റെ നെഗറ്റീവ് സൈഡാണ് ഇവിടെ ഉള്ളത്, പോസിറ്റീവ് സൈഡ് താഴെ ഉള്ളത്. സോ ഡയോഡിന്റെ പോസിറ്റീവ് കിട്ടുന്ന എന്തായിരിക്കും, ഇറ്റ് ഈസ് -3. സോ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് -3 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, നമ്മുടെ 0 to 10 വരെയുള്ള ഏതെങ്കിലും വാല്യൂ, ഓർ വി ക്യാൻ സേ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള വാല്യൂ ആണല്ലോ. സോ നമുക്ക് എന്താണ്, നെഗറ്റീവ് ടെർമിനലിൽ ഹൈ വാല്യൂ, പോസിറ്റീവ് ടെർമിനലിൽ ലോ വാല്യൂ. ദാറ്റ് മീൻസ് ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. സോ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് മീൻസ് ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. ഓക്കെ, സോ നമ്മുടെ കറണ്ട് ഫ്ലോ ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. കറണ്ട് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി അതിന്റെ പാരലൽ ആയിട്ടുള്ള റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഗെറ്റ് അറ്റ് ദ ഔട്ട്പുട്ട്. സോ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ യു ക്യാൻ ഒബ്റ്റെയിൻ ദ കംപ്ലീറ്റ് പോസിറ്റീവ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ക്ലിപ്പറിന്റെ കേസിലുള്ള സെയിം കണ്ടീഷൻ ആണ്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് നമ്മളിവിടെ നെഗറ്റീവ് ക്ലിപ്പറിന്റെ കംപ്ലീറ്റ്ലി നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്യാതെ ഒരു പോർഷൻ മാത്രം ക്ലിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് ചേഞ്ച് വരുന്നത്. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഈസ് പ്ലസ്, ദിസ് ഈസ് മൈനസ് ആൻഡ് ദിസ് മേ ബി ലെറ്റ് ഇറ്റ് അസ്യൂം ആസ് 3 വോൾട്ട്. ഓക്കെ, സോ നൗ ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്ക്. ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദിസ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ് അറ്റ്, അല്ലെ, ഈ ഇൻപുട്ടിന് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ആയിട്ടുള്ള ഒരു വാല്യൂ, അല്ലെ, ഇവിടെയും നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഈ പോയിന്റിൽ നിങ്ങൾ നോക്കിയാൽ എന്താ, നെഗറ്റീവ് ആണ്. ബട്ട് ഈ പി സൈഡിൽ ആ -3 വോൾട്ട് ഫിക്സ്ഡ് ആണല്ലോ, അതിൽ ചേഞ്ച് ഒന്നുമില്ല, അല്ലെ. പി സൈഡിൽ ഇറ്റ് ഈസ് -3 വോൾട്ട്. ഈ ഒരു സൈഡിലാണെങ്കിലോ നെഗറ്റീവ് വാല്യൂ മൈനസ്, ഇവിടെ നമുക്ക് വി ക്യാൻ സേ -1 to -10, അല്ലെ, ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇനീഷ്യലി ഞാൻ പറയുന്നു ഇറ്റ് ഈസ് -1 വോൾട്ട് ആണ് ഉള്ളത്, അതായത് നമ്മുടെ ഈ ഏകദേശം ഈ ഒരു പോയിന്റിൽ ഉള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ -1 വോൾട്ട് നെഗറ്റീവ് സൈഡിൽ വന്നു, -3 വോൾട്ട് പോസിറ്റീവ് സൈഡിൽ വന്നു. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഡയോഡ്, ഫോർവേഡ് ബയാസ്ഡ് ഓർ റിവേഴ്സ് ബയാസ്ഡ്? ഏതാ കണ്ടീഷൻ? ഇങ്ങനെയാണ് നമ്മുടെ വോൾട്ടേജ് എങ്കിൽ ഡയോഡിന്റെ പോസിറ്റീവിൽ -3, നെഗറ്റീവിൽ -1. സോ വാട്ട് ഈസ് ദ ബയാസിംഗ് കണ്ടീഷൻ ഓഫ് ദിസ് ഡയോഡ്? പറഞ്ഞു. എനിക്ക് ഇത് കണ്ടാൽ പറയാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്, അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയും ആലോചിക്കണ്ടു. ഒരു ഡയോഡിന്റെ കേസിൽ നിങ്ങൾ പോസിറ്റീവ് ടു പി സൈഡ്, നെഗറ്റീവ് ടു എൻ സൈഡ് എന്ന് മാത്രം പഠിക്കുന്നുണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പോസിറ്റീവില് നിങ്ങൾ അതിന് പകരം ഇങ്ങനെ പഠിച്ചു നോക്ക്, പോസിറ്റീവില് ഹൈ വാല്യൂ, നെഗറ്റീവില് ലോ വാല്യൂ. ദിസ് ഈസ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. ഓക്കെ, ദെൻ നേരെ തിരിച്ച് പോസിറ്റീവ് ലോ വാല്യൂ, നെഗറ്റീവില് ഹൈ വാല്യൂ, ദിസ് ഈസ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. ഓക്കെ, ഈ രീതിയിലൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ പോസിറ്റീവ് സൈഡിൽ -3 വോൾട്ട്, നെഗറ്റീവ് സൈഡിൽ -1 വോൾട്ട്, വിച്ച് ഈസ് ഹയർ, -1 ഈസ് ഗ്രേറ്റർ ദാൻ -3. ഓക്കെ, സോ നെഗറ്റീവ് സൈഡിൽ ഹയർ, പോസിറ്റീവ് സൈഡിൽ ലോ. സോ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. സോ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് മീൻസ് ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്ത് ഇല്ല, അല്ലെ. സോ കംപ്ലീറ്റ് ഇൻപുട്ട് വിൽ അപ്പിയർ അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പൊ ഞാൻ ഇതാ പറഞ്ഞത്, ഇതാണ് എന്റെ -1 വോൾട്ട് എങ്കിൽ ഇവിടെ വരെ എന്തുണ്ട്, ഇൻപുട്ട് ഉണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യും അപ് ടു ദ വിച്ച് വാല്യൂ, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഞാൻ പറഞ്ഞതുപോലെ ഈ പോയിന്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്, അല്ലെ. അപ് ടു വാട്ട് പോയിന്റ് ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്, ഓർ വെൻ വിൽ ബി ദ ഡയോഡ് ഗെറ്റ് ഫോർവേഡ് ബയാസ്ഡ്? ഈ ഇൻപുട്ട് വോൾട്ടേജിന്റെ വാല്യൂ
ഏത് ലെവൽ എത്തുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവും? അതായത് ഇതിന്റെ പോസിറ്റീവ് സൈഡിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഈ പോസിറ്റീവ് സൈഡിൽ വാട്ട് ഇസ് ദ വാല്യൂ? -3 വോൾട്ട് അല്ലെ? ടു ഗെറ്റ് ദ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ദിസ് ഷുഡ് ബി ഹൈ അല്ലെ? അപ്പൊ -3ന്റെ ബിലോയിലേക്ക് ഇവിടെ ഉള്ള ഒരു വാല്യൂ വരണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ -3.1 ഈ പോയിന്റിൽ വന്നു എന്ന് വിചാരിച്ചോ. ജസ്റ്റ് -3നെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ വന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഡയോഡിന്റെ പോസിറ്റീവ് സൈഡിൽ ഇപ്പൊ എന്താ ഉള്ളത്? -3 അല്ലെ? സോ ഇതിനെക്കാട്ടിയും ലോ ആയിട്ടുള്ള ഒരു വാല്യൂ എവിടെ വരണം? എൻ സൈഡിൽ വരണം അല്ലെ? നമുക്ക് ഫോർവേഡ് ബയസ് ചെയ്യാം. ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്യുമ്പോഴേക്കും എന്താവണം കണ്ടീഷൻ? പോസിറ്റീവ് സൈഡിൽ ഹൈ വാല്യൂ, നെഗറ്റീവ് സൈഡിൽ ലോ വാല്യൂ വരണം. സോ പോസിറ്റീവ് സൈഡിലുള്ള വാല്യൂ ഇപ്പൊ നമുക്ക് ഫിക്സ്ഡ് ആണ്. ഇറ്റ് ഈസ് -3 വോൾട്ട് അല്ലെ? സോ ഇറ്റ് ഈസ് ഫിക്സ്ഡ്. സോ അതിനെക്കാട്ടിയും ലോ ആയിട്ടുള്ള ഒരു വാല്യൂ നെഗറ്റീവ് സൈഡിൽ വരണം. ഇപ്പൊ ഇത് 3 വോൾട്ട് ആണെങ്കിൽ -3 ആണെങ്കിൽ അതിന് ലോ വരണം എന്ന് പറഞ്ഞാൽ -3ന്റെയും ലോയിലേക്ക്. ഫോർ എക്സാമ്പിൾ ഇതാണ് -3 വോൾട്ടേജ് എങ്കിൽ ഓക്കെ, അതിനെക്കാട്ടിയും കുറഞ്ഞിട്ട് വരണം അല്ലെ? മനസ്സിലായോ? അതായത് -3.1 അപ് ടു -4, 5, 6, 7, 8, 9, 10, -10 അല്ലെ? അത്രയും വാല്യൂസ് ഒക്കെ വരുന്ന സമയത്ത് എന്താവും? ദിസ് ഡയോഡ് വിൽ ഗെറ്റ് ഫോർവേഡ് ബയാസ്ഡ്. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ബാക്കിയുള്ളവർക്കോ? ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ദിസ് വോൾട്ടേജ് ഓർ വി ക്യാൻ സേ വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് വി. ഞാൻ ഇവിടെ 3 നേരത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ജനറലി വി ക്യാൻ സേ വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് സോറി ഗ്രേറ്റർ ദാൻ അല്ല, ലെസ് ദാൻ -V അല്ലേ വരിക? ഇതല്ല കണ്ടീഷൻ. Okay, so when the input voltage during negative half cycle, when the input voltage falls below minus this V value, the diode will forward biased. Okay, so diode is forward biased means എന്താണ്? ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി എന്തായിരിക്കും കണ്ടീഷൻ? നമ്മുടെ ഈ റെസിസ്റ്ററിലേക്ക് കറണ്ട് പാസ് ചെയ്യൂല. സോ ഔട്ട്പുട്ട് വിൽ ബി ഔട്ട്പുട്ട് വിൽ ബി ഒബ്റ്റൈൻഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്തുള്ള ഔട്ട്പുട്ട് ഇൻപുട്ടിലുള്ള വേവ് എന്ത് ചെയ്യില്ല? ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യൂല. ഓക്കെ, so we will get like this. And after that എന്ത് ചെയ്യും? വീണ്ടും ഈ ഒരു പാർട്ട് പാസ് ചെയ്യും. കാരണം ഞാൻ ഈ പറഞ്ഞ ആ വോൾട്ടേജ് ലെവലിനെക്കാട്ടിയും വീണ്ടും എന്ത് ചെയ്തു? ഇത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ ഇൻപുട്ട് ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്? ബിക്കോസ് ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ ജനറലി ഞാൻ പറയുകയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ എപ്പോഴാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്? നിങ്ങൾ ആ കാര്യം ഓർത്താൽ മതി. ഈ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആവണം അല്ലെ? ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ എന്താണ്? കംപ്ലീറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യും. ഡയോഡ് എപ്പോഴാണോ ഫോർവേഡ് ബയസ്ഡ് ആവുന്നത് ആ ടൈമിലുള്ള ഇൻപുട്ട് എന്ത് ചെയ്യും? ക്ലിപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ഈ വോൾട്ടേജ് അല്ലെ, ഈ വോൾട്ടേജിനെക്കാട്ടിയും ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇൻപുട്ടിൽ വരണം. ഓക്കെ, ഐ ക്യാൻ സേ ദിസ് ഈസ് -3 വോൾട്ട്. നെഗറ്റീവ് കൊടുത്തുകൊണ്ട് ദിസ് ഈസ് -3 വോൾട്ട്. സോ വെൻ അവർ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് less than -3 volt. Okay, or generally we can say when the input voltage is less than V, that is നമ്മുടെ ഈ ഒരു വോൾട്ടേജിന്റെ ഈ സർക്യൂട്ടിന്റെ കേസിൽ മാത്രമാണ് ഇത് പറയുന്നത്. when the input voltage is less than this V value, the diode get forward biased and at that time output will be flipped off. അതാണ് ഇവിടെ കാണിച്ചതും. ഈ -V എന്ന് പറയുന്ന ലെവലാണിത്. അത്രയും വരെ ഡയോഡ് എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. സോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതുപോലെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആ പോയിന്റിൽ എപ്പോഴാണോ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത് ആ ടൈമിൽ എന്താവും? ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യൂല. ഓക്കെ, ദെൻ അഗെയിൻ ഇത് -3 കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വേവ് ഫോം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. -10 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഇൻപുട്ട് ഇങ്ങനെ വരുന്നത് അല്ലേ? അപ്പൊ ഈ -3 വരെയുള്ള പോയിന്റിലാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യാത്തത്. ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? അഗെയിൻ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആവും. അതുകൊണ്ട് ആ പാർട്ട് നിങ്ങൾക്ക് കിട്ടും. സോ വേവ് ഫോം വിൽ ബി ലൈക്ക് ദിസ്. മനസ്സിലായോ? സോ ബയാസിങ് കൊടുക്കുമ്പോഴുള്ള കണ്ടീഷൻ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കുറെ കാര്യങ്ങളൊന്നും ഓർക്കാനില്ല. അത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം ഓർക്കുക. ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഇൻപുട്ടിലുള്ളത് ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ക്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ നോർമലി ഐഡിയലി നമുക്ക് എന്താണ്?
നമ്മൾ ഈ ബാറ്ററി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഡയോഡ് ഫോർവേഡ് ബയസിന് ഇവിടെ ഒരു നെഗറ്റീവും പോസിറ്റീവും, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താവുമായിരുന്നു, ഫോർവേഡ് ബയസ് ചെയ്യുമായിരുന്നു അല്ലെ. ബട്ട് ഇവിടെ നമ്മളൊരു വോൾട്ടേജും കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും വോൾട്ടേജ് കഴിഞ്ഞാലേ, അതായത് ആ 3 വോൾട്ടും കൂടെ കഴിഞ്ഞ -3 വോൾട്ട് എന്നുള്ള ആ ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ -V എന്ന് പറയുന്ന ആ ഒരു വോൾട്ടേജ് കഴിയുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ പോർഷനിലുള്ള ഔട്ട്പുട്ട് ക്ലിപ്പ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദി കേസ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ബോയ്സ്? ബോയ്സിന് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ആ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും വന്നിട്ടില്ല. ബോയ്സ്, വെറുതെ ആന്ന് പറയണ്ടേ, പറഞ്ഞ കാര്യം മനസ്സിലായിനാ? ഓക്കെ, നമുക്ക് ബാക്കിയുള്ള സർക്യൂട്ടും കൂടെ പറയാം, അന്നേരം കുറച്ചും കൂടെ ഐഡിയ കിട്ടുമായിരിക്കും. വൺ മോർ തിങ്, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് ഞാൻ ഷണ്ട് ക്ലിപ്പറാണ്, അത് നോർമലി നിങ്ങൾക്ക് എക്സാമിന് ആ രീതിയിലേ വരാറുള്ളൂ. എന്നാലും അതിന്റെ കൂട്ടത്തില് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെഗറ്റീവ് ക്ലിപ്പറിന്റെ സീരീസ് കോമ്പിനേഷൻ വെച്ചിട്ടും എനിക്ക് ഇതേ ഓപ്പറേഷൻ ഒബ്റ്റെയിൻ ചെയ്യാം കേട്ടോ. സീരീസ് ക്ലിപ്പർ ആണെങ്കിൽ ഇവിടെ സീരീസിൽ വരും അല്ലെ, ദിസ് ഈസ് ദ നെഗറ്റീവ് ക്ലിപ്പർ ആൻഡ് ഇവിടെ റെസിസ്റ്ററിന്റെ അക്രോസ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വോൾട്ടേജ് കൊടുക്കാം. ഈ സർക്യൂട്ടിന്റെയും ഔട്ട്പുട്ട് ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, വർക്കിംഗ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് ഓർക്കുക. അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് സീരീസ് ക്ലിപ്പറിന്റെ വന്നിട്ട് ഈ ഡയഗ്രാം വന്നിട്ട് ഔട്ട്പുട്ട് വരക്കാൻ എങ്ങാനും പറഞ്ഞെങ്കിൽ ഈ കേസും കൂടെ ഒന്ന് ഓർക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങളോട് എക്സ്പ്ലനേഷൻ എക്സാമിന് ചോദിക്കൂല, ബട്ട് നിങ്ങൾക്ക് ഈ ഒരു സർക്യൂട്ട് ഞാൻ ഇങ്ങനെ തന്നാൽ ഈ ഇൻപുട്ടിന് എന്താ ഔട്ട്പുട്ട് കിട്ടുക എന്നറിയണം. ഓക്കെ, ഓർ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ തന്നു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് വരക്കാൻ പറ്റണം. അതാണ് നിങ്ങൾ ഈ പാർട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങളോട് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കൂല. ഓക്കെ, പക്ഷെ വർക്കിംഗ് അറിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാര്യം വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വൺ മോർ തിങ്, ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് തരിക. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങളോട് സർക്യൂട്ട് വരക്കാൻ പറയും. സോ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദ പ്ലോട്ട് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ ഇതിന്റെ എങ്ങനെ നമുക്ക് വരക്കാം, നിങ്ങൾ നോക്കിക്കേ. ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, എന്താ വരുന്നത്, ഇൻപുട്ട് എന്താണോ അത് തന്നെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ. സോ ഇൻപുട്ട് എന്താണോ അത് തന്നെ ഒബ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ അവർ ക്യാരി വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ്. ഓക്കെ, അപ് ടു വിച്ച് പോയിന്റ്, മാക്സിമം പോയിന്റ് ഇൻപുട്ട് വോൾട്ടേജ് വി മാക്സ് ആവുന്നത് വരെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, വി മാക്സ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഫോർ നെഗറ്റീവ് കേസ് ഹിയർ എന്താണ്, അപ് ടു ദിസ് വി അല്ലെ. അപ്പൊ വി ഹാവ് എ മൈനസ് വോൾട്ടേജ്, നമ്മൾ എത്രയാണോ ബയസ് ചെയ്യാൻ യൂസ് ചെയ്തത്, അപ് ടു ദിസ് മൈനസ് വി എന്താണോ നിങ്ങൾ ഇൻപുട്ട് കൊടുത്തത് അത് തന്നെ കിട്ടുന്നുണ്ട് ആണല്ലോ. ഇപ്പൊ ഇൻപുട്ടിൽ എന്താണോ കൊടുത്തത് അത് തന്നെ കിട്ടും. ആ പോയിന്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻപുട്ട് -V വോൾട്ടേജിന്റെ ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ വീണ്ടും അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നിൽക്കും അല്ലെ. ഈ -V അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും അപ് ടു ഏത് വാല്യൂ വരാം, നമ്മുടെ -VM അല്ലെ. -VM വരെ എന്തായിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ വീണ്ടും എന്താ തിരിച്ചിങ്ങോട്ട് തന്നെ വരിക, ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണേ. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്സാമിന് മിക്കവാറും തരുക നിങ്ങൾക്ക്. അത് തിയറിയിൽ മാത്രമല്ല ലാബ് എക്സാമിനും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് തരും. അത് വെച്ചിട്ടുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറയുക ചെയ്യാം. ഇത് ലാബിലും ഉള്ളതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഈ കേസ് അത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം മറ്റതിന്റെ നേരെ റിവേഴ്സ് വരുന്നത് കുറച്ചും കൂടെ ഒന്ന് ആ കാര്യം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റതിന്റെ നേരെ റിവേഴ്സ് കേസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് പോസിറ്റീവ്ലി ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. ഞാൻ പറഞ്ഞല്ലോ, പേര് നിങ്ങൾ അത്രയും കാര്യമാക്കണ്ട, സർക്യൂട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് ക്ലിപ്പർ. ഡയോഡിന്റെ കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കുക, ഇറ്റ് ഈസ് എ പോസിറ്റീവ് ക്ലിപ്പർ. ഓക്കെ, ഷണ്ടിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, പോസിറ്റീവ് സൈഡ് അല്ലേ, പോസിറ്റീവ് ക്ലിപ്പർ ആണ്. ദെൻ നമ്മളവിടെ സപ്ലൈ വോൾട്ടേജ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന നേരത്തെ കാട്ടി പോസിറ്റീവ്ലി ബയാസ്ഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇതാണ്, അതായത് പ്ലസ് ആണ്
to the diode, negative to the ground ആണ്. So it is positively biased. So what will happen during positive half cycle? നിങ്ങൾ പറയണേ, during positive half cycle, this will be positive. Also ഇവിടെ എന്താണ്, ഫിക്സഡ് വാല്യൂ ആണ്. സോ ദിസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, സോ രണ്ട് സൈഡിലും പോസിറ്റീവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താ, ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളില്ലേ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ഡീപ്പായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, നിങ്ങൾ ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. നമ്മുടെ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് അല്ലെ, ഇൻപുട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു വേവ് ഫോം കൊടുത്തു. ഓക്കെ, ഔട്ട്പുട്ടിൽ എപ്പോഴാണ് ഔട്ട്പുട്ടിൽ വേവ് ഫോം ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ, ഓക്കെ, ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, ഇൻപുട്ടിലുള്ള അതേ വാല്യൂ കിട്ടും. ആണല്ലോ, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ എന്താണ്, ഇതിലൂടെ ഈ ഒരു പാത്തിലെ കൂടെ കറണ്ട് പാസ് ചെയ്യൂല. ഓക്കെ, അപ്പൊ എന്തായിരിക്കും, ഇത് കണ്ടക്ട് ചെയ്യൂലെങ്കിൽ കംപ്ലീറ്റ് കറണ്ട് എവിടെ അവൈലബിൾ ആയിരിക്കും, ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ കണ്ടക്ടിങ് പാത്ത് ഉണ്ട് അല്ലെ, അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവും, 0. ഓക്കെ, 0 അല്ലെങ്കിൽ നമുക്ക് ഐഡിയലി ഞാൻ 0 എന്ന് പറയാണ്, നമുക്ക് ഇൻപുട്ടിൽ കൊടുത്ത കാര്യം ഔട്ട്പുട്ടിൽ കിട്ടൂല, അതേ മീൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇൻപുട്ടിലുള്ള സിഗ്നൽ വിൽ നോട്ട് അപ്പിയർ അറ്റ് ദ ഔട്ട്പുട്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കും. അത് നിങ്ങൾക്ക് ഓർക്കാൻ വിഷമമുണ്ടോ? ഇല്ലല്ലോ. ഈ സർക്യൂട്ടിൽ നിന്ന് ഈ കാര്യം മനസ്സിലാവുന്നില്ലേ? ഈ സർക്യൂട്ട് നോക്കിയിട്ട് ഈ കാര്യം മനസ്സിലാവൂലേ, എപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, എപ്പോഴാണ് ഔട്ട്പുട്ട് കിട്ടാത്ത, അത് നിങ്ങൾക്ക് ഓക്കെ ഉണ്ടോ? അപ്പൊ ഈ കേസിൽ നമുക്ക് എന്താണ്, ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ, ഇത് പാരലൽ ക്ലിപ്പർ ആണ് അല്ലെ, ഷണ്ട് ക്ലിപ്പർ ആണ്. സോ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ എന്ത് കിട്ടൂല, ഔട്ട്പുട്ട് വിൽ നോട്ട് ബി ഒബ്റ്റെയിൻഡ്. ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഒബ്റ്റെയിൻഡ്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ഇൻപുട്ട്. നൗ വെൻ വിൽ ദ ഡയോഡ് ഗെറ്റ് ഫോർവേഡ് ബയസ്ഡ്, അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, വെൻ വിൽ ദ ഡയോഡ് ഗെറ്റ് ഫോർവേഡ് ബയസ്ഡ്? വെൻ വിൽ ദ ഡയോഡ് ഗെറ്റ് ഫോർവേഡ് ബയസ്ഡ്? ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ പി സൈഡിൽ ഒരു ഹൈ വോൾട്ടേജ്, ഇവിടെ ഒരു ലോ വോൾട്ടേജ് അല്ലേ, ഇത്രയും വന്നു കഴിഞ്ഞാൽ എന്തായി, ഡയോഡ് വിൽ ഗെറ്റ് ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, നൗ ഈ ഒരു വോൾട്ടേജ് ഫിക്സ്ഡ് ആണ് അല്ലെ, ദാറ്റ് ഈസ് പ്ലസ് വി എന്ന് പറഞ്ഞൊരു വോൾട്ടേജ്, നമ്മളിവിടെ കൊടുക്കുന്ന ബാറ്ററി വാല്യൂ എന്താണോ ആ പ്ലസ് വോൾട്ടേജിൽ ഈ വാല്യൂ ഫിക്സ് ആണ്. സോ വി ക്യാൻ സേ വെൻ അവർ ഇൻപുട്ട് വോൾട്ടേജ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ദിസ് വി അല്ലെ, ഇവിടെ ഒരു പ്ലസ് വി ഫിക്സ്ഡ് ആണ്. ഇപ്പൊ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കണം, ഇത് ലോ വാല്യൂ ആയിരിക്കണം, ഇവിടെയുള്ളത് എന്തായിരിക്കണം, ഹൈ വാല്യൂ ആയിരിക്കണം. ഓക്കെ, ഇവിടെയുള്ളത് ഹൈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ദിസ് വി. ഓക്കെ, so we can say when our input voltage is greater than this battery voltage value, okay, when our input voltage is greater than our battery voltage value, the diode gets forward biased. Okay, our diode gets forward biased. That means output will not obtain, the output we can say clipped off. So ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എങ്കിൽ, എപ്പോഴാണോ ഇവിടെ ഡയോഡിന്റെ ഇൻപുട്ട് വോൾട്ടേജ് വിനെക്കാട്ടിയും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുക, ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻപുട്ട് ഇതേപോലെ ഔട്ട്പുട്ടിൽ കിട്ടും, ഈ വാല്യൂ വരാം. ഈ പോയിന്റിലാണ് ഇൻപുട്ട് എന്താവുന്നത്, ഗ്രേറ്റർ ദാൻ പ്ലസ് വി ആവുന്നത്. സോ ദാറ്റ് ഇൻപുട്ട് വിൽ ബി ക്ലിപ്ഡ് ഓഫ്, ആൻഡ് ഫോർ ലെസ് വാല്യൂ the same what is the whatever our input, it will be obtained at the output also. കാര്യം മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ആ രീതിയിലൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. അത് ഞാൻ പറഞ്ഞു, എനിക്ക് സർക്യൂട്ടിന്റെ അനാലിസിസ് വേണ്ട, ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ടിന് എന്താ സംഭവിക്കുക അത് മാത്രമേ നിങ്ങൾ അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോയിന്റ്സ് ഓർക്കുക. ഈ ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ പറഞ്ഞില്ല ഡയോഡ്, ഇപ്പം ഞാൻ ഐഡിയൽ ഡയോഡാണ് പറഞ്ഞത്. ഇപ്പം പ്രാക്ടിക്കൽ ഡയോഡ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു 0.6 ഡ്രോപ്പ് എന്താണ് ബെരിയർ പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ, ദിസ് ഇസ് പോസിറ്റീവ്, ദിസ് ഇസ് നെഗറ്റീവ്. ഹിയർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ. ഇപ്പൊ സെയിം ഡയറക്ഷനിൽ നമുക്ക് ഒരു വോൾട്ടേജും കൂടി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ആണ്. സാധാരണ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0.6 അല്ലെ, ശരിക്കും പ്രാക്ടിക്കൽ കേസിൽ ഗ്രേറ്റർ ദാൻ 0.6 ആകുമ്പോഴാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ആ 0.6ന്റെ കൂടെ സെയിം പൊളാരിറ്റി നോക്കിയാൽ, നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ്, ഇതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു വോൾട്ടേജും കൂടെ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത്രയും വോൾട്ടേജിനെ ഓവർകം ചെയ്താലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്യുള്ളൂ.
അപ്പൊ ഐഡിയ ശരിക്കും പറയുകയാണെങ്കിൽ ഈ വോൾട്ടേജ് മാത്രമല്ല V+0.6 ഇത്രയും വാല്യൂ കഴിയണം. ഞാനൊരു 3 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3.6 കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ തുടങ്ങുള്ളൂ, ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ 3 വോൾട്ട് ആണ് ഇവിടെ DC വോൾട്ടേജ് അപ്ലൈ ചെയ്തതെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി എന്തായിരിക്കും 3.6 കഴിഞ്ഞാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. അല്ല ഞാൻ വോൾട്ട് ഇതെന്താ ഐഡിയൽ ഡയോഡാണ് കൺസിഡർ ചെയ്തെങ്കിൽ ഐ ക്യാൻ സേ ആഫ്റ്റർ 3 വോൾട്ട് ഡയോഡ് വിൽ കണ്ടക്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ നിങ്ങളുടെ കണ്ടീഷൻ? സംഭവം ഈസി കൺസെപ്റ്റ് ആണ്, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. എന്താ ഡൊമിനിക് പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? ഡൊമിനിക് ഇല്ലേ? വൈഷ്ണവ്, ഓക്കെ, വൈഷ്ണവിന് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനിയും ഡൗട്ട് എന്തെങ്കിലും ഉള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ, പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ ദിസ് ഈസ് വൺ കേസ്. അപ്പൊ ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വരും നിങ്ങൾ പറഞ്ഞേ, ഒന്ന് വരച്ചു നോക്കിക്കേ. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വി ഇൻ, ദിസ് ഈസ് വി ഔട്ട്. സോ ഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ്, അപ് ടു ദിസ് വി അല്ലെ, അപ് ടു ദിസ് വി ഇറ്റ് വിൽ ബി എന്താ ഇൻപുട്ടിൽ എന്താണ് ഉള്ളത് അതുപോലെ കിട്ടും. ഓക്കെ, then after this flipped off. Now for negative half cycle complete input എന്താണോ അത് തന്നെ കിട്ടുന്നുണ്ട്. So we can draw like this. Okay, so up to this Vn. So this will be the transfer characteristics. Okay, ഓൾസോ നിങ്ങൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സീരീസ് ക്ലിപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സർക്യൂട്ടും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. സീരീസ് ക്ലിപ്പർ ആണെങ്കിൽ നമ്മുടെ ഡയോഡിന്റെ കണക്ഷൻ ഇതുപോലെയായിരുന്നു. ഓക്കെ, ദെൻ വി ഹാവ് എ റെസിസ്റ്റർ ഹിയർ. സപ്ലൈ വോൾട്ടേജിന്റെ കണക്ഷൻ സെയിം തന്നെയാണ് കേട്ടോ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, പോസിറ്റീവ് നെഗറ്റീവ്. സോ സീരീസ് ക്ലിപ്പർ ആണെങ്കിൽ ഈ കണക്ഷൻ ഇതുപോലെയാണ് വരിക. ഷണ്ടാണ് നോർമലി ചോദിക്കാറുള്ളത്, എന്നാലും നിങ്ങൾ അതും കൂടെ ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഓക്കെ, നൗ ഇനി ഒരു കേസ് വരുന്നത്, നമ്മളിപ്പം നെക്സ്റ്റ് ഒരു കേസ് വരുന്നത് പോസിറ്റീവ്ലി ബയസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ. ദാറ്റ് ഈസ് വി ഹാവ് നെഗറ്റീവ് ക്ലിപ്പർ ഹിയർ. നെഗറ്റീവ് ക്ലിപ്പർ ആണ് അല്ലെ, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല. ദെൻ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്താ പോസിറ്റീവ്ലി ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഡയോഡ് ഈ ഒരു പൊസിഷനിൽ കണക്ട് ചെയ്താൽ ഇറ്റ് ഇസ് നെഗറ്റീവ് ക്ലിപ്പർ, ബട്ട് വി ആർ അപ്ലൈയിങ് പോസിറ്റീവ് വോൾട്ടേജ് ടു ബയസ് ദാറ്റ്. ഓക്കെ, ഈ കണ്ടീഷനിൽ എന്താ സംഭവിക്കാൻ നിങ്ങൾ നോക്കിക്കേ. ഈ കണ്ടീഷനിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്, കണ്ടീഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്, ഒന്ന് നോക്കുക. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ we have during positive half cycle this side will be positive അല്ലെ. So this side will be positive and this side also positive. ഓക്കെ, അപ്പൊ ഈ കേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ് ഗ്രേറ്റർ എന്ന് നോക്കണം, ഏതാണ് മോർ ഹയർ. ഓക്കെ, സോ ഈ ഇൻപുട്ട് വോൾട്ടേജ് ഫോർ എക്സാമ്പിൾ നമുക്കിത് ഞാൻ വാല്യൂ വെച്ചിട്ട് പറയാം. ഇതൊരു 3 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. ദിസ് ഇസ് മാക്സിമം ഒരു 10 വോൾട്ട് വരെ ഉണ്ടെന്ന് വെച്ചോ. ദിസ് ഇസ് -10. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഇപ്പൊ ഇവിടെ 3 ഫിക്സ്ഡ് ആണ് അല്ലെ, പോസിറ്റീവില് 3 ഫിക്സ്ഡ് ആണ്. ദെൻ നെഗറ്റീവില് നമ്മുടെ ഈ വാല്യൂ പോസിറ്റീവ് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഡയോഡിന്റെ എന്നിലേക്ക് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റേ സൈഡിൽ പോസിറ്റീവ് സൈഡിൽ +3 തന്നെയാണ് ഉള്ളത്. ഓക്കെ, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എപ്പോഴാണ് ഫോർവേഡ് ബയസ് ചെയ്യുക? നിങ്ങൾ തന്നെ പറഞ്ഞേ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവണമെങ്കിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും?
നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറ. പറഞ്ഞു. പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാം ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് കണ്ടീഷൻ. ഞാനിപ്പോൾ ഇത് 3 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയണം. ഒരു വാല്യൂ വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു 3 വോൾട്ട് ആണ്. അപ്പോൾ ഡയോഡിന്റെ ഈ പോസിറ്റീവ് ടെർമിനലിൽ നമുക്ക് +3 വോൾട്ട് എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ. ദെൻ നെഗറ്റീവ് ടെർമിനൽ ഈ സൈനസോയിഡൽ പാർട്ടാണ്. ഈ നമ്മുടെ സൈനസോയിഡൽ സിഗ്നലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സൈനസോയിഡൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ 0 to +10 വരെ ഇൻക്രീസ് ചെയ്ത് പിന്നെ -10 വരെ ഡിക്രീസ് ചെയ്ത് വീണ്ടും 0യിലേക്ക് വന്ന് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ചെറിയ ഫോർ ലോ വാല്യൂസ്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ ഒരു +1 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ +1ഉം ഇവിടെ +3ഉം ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താണ്, ദിസ് ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ അല്ലേ? ബിക്കോസ് നമ്മുടെ പോസിറ്റീവ് സൈഡിൽ എന്താണ്, പോസിറ്റീവ് സൈഡിൽ ഹൈ വോൾട്ടേജും നെഗറ്റീവ് സൈഡിൽ ലോ വോൾട്ടേജും ആണ്. ദാറ്റ് മീൻസ് ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. സോ ആ വാല്യൂല് നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യില്ല, വി കുഡ്ന്റ് ഒബ്റ്റെയിൻ ദ ഔട്ട്പുട്ട്. ഓക്കെ. നിങ്ങൾ ഈ ഒരു വേവ് നോക്കണ്ട കേട്ടോ. ആ വേവിൽ ചെറിയ ഞാൻ ഔട്ട്പുട്ട് വേവ് ഫോം കറക്റ്റ് വരച്ചു തരാം. ഓക്കെ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിങ്ങൾ നോക്ക്, ഈ ഒരു ലോ വാല്യൂസിന് എന്തായിരിക്കില്ല, ഔട്ട്പുട്ട് വിൽ നോട്ട് ബി അവൈലബിൾ. ഔട്ട്പുട്ട് എന്തായിരിക്കും, കാരണം ഈ ഒരു കണ്ടീഷനിൽ വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് 3 വോൾട്ട്. ഓക്കെ. വെൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ദിസ് 3 വോൾട്ട്, ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. ഇപ്പൊ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, കറണ്ട് കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. സോ ഔട്ട്പുട്ട് വിൽ നോട്ട് ബി ഒബ്റ്റെയിൻഡ്. വെൻ ഇവിടെ +3 വോൾട്ട് ആണ്, ഇൻപുട്ട് വോൾട്ടേജ് ബിക്കം ഗ്രേറ്റർ ദാൻ ദിസ് വി. ഞാൻ 3 എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ജനറലി വി ക്യാൻ സേ ഈ ബാറ്ററി വോൾട്ടേജ് വി. ഓക്കെ. ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ വി ആണെങ്കിൽ, അതായത് ഈ പോയിന്റ് ആണ് വി എന്ന് വിചാരിച്ചു. ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ വി ആവുന്ന പോയിന്റിൽ എന്ത് ചെയ്യും, ദ ഡയോഡ് ഗെറ്റ് റിവേഴ്സ് ബയാസ്ഡ് അല്ലേ? ഇവിടെ +3 വോൾട്ട് ആണ്, ഇവിടെ ഒരു +4 വോൾട്ട് ആയി വിചാരിച്ചോ. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ നെഗറ്റീവ് ടെർമിനലിൽ ഹൈ വാല്യൂ വന്നു, പോസിറ്റീവ് ടെർമിനലിൽ ലോ വാല്യൂ വന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. സോ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. നമുക്ക് ഇൻപുട്ടിൽ എന്താണോ ഉള്ളത് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഈ വി വോൾട്ടേജിന് ശേഷമുള്ള ഇൻപുട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ അതേപോലെ ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ. ബട്ട് ഈ പോയിന്റ് എത്തുമ്പോൾ എന്തായി, വീണ്ടും ഇറ്റ് വിൽ ബി ലെസ് ദാൻ വി. ഓക്കെ. സോ ദിസ് വിൽ ബി ലൈക്ക് ദിസ്. നെക്സ്റ്റ് നെഗറ്റീവ് വരുമ്പോഴും എന്താ സംഭവിക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ പി സൈഡിൽ പോസിറ്റീവ് ആണ്, എൻ സൈഡിൽ എന്താ നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് എന്തായിരിക്കും, ഡയോഡ് ഈസ് കംപ്ലീറ്റ്ലി ഫോർവേഡ് ബയസ്ഡ് അല്ലെ? ആ ടൈമിലൊക്കെ ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ആ ടൈമിലൊന്നും ഇവിടെ ഒക്കെ ഇപ്പൊ ഇൻപുട്ട് ഇങ്ങനെയാണുള്ളത്, ഇതൊക്കെ ഇൻപുട്ട് ഉണ്ട്, ബട്ട് എന്താ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യില്ല. ദെൻ എപ്പോഴാണോ ഇൻപുട്ട് ഈ പോയിന്റിനെ ക്രോസ് ചെയ്യുന്നത് ആ ടൈമിൽ മാത്രം ഔട്ട്പുട്ട് കിട്ടും. സോ അവർ ഔട്ട്പുട്ട് വേവ് വിൽ ബി ലൈക്ക് ദിസ്. ഇത് നോക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചത് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് വേവ് വിൽ ബി ലൈക്ക് ദിസ്. സോ ജനറലി വി ക്യാൻ സേ when our input voltage is greater than V, our diode get forward biased. Okay. That means എന്താണ്, ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു ഇൻപുട്ട്. ആ ഒരു ടൈമിൽ മാത്രം എന്തായിരിക്കും, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അതർവൈസ് എന്തായിരിക്കും, ബാക്കിയുള്ള എല്ലാ പാർട്ടും ഇറ്റ് വിൽ ബി ഫ്ലിപ്ഡ് ഓഫ്. സർക്യൂട്ട് മനസ്സിലായോ? ഈ പറഞ്ഞത് മനസ്സിലായോ വിഷ്ണു? ഷീസ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ ശരിക്കും പറയണേ. എനിക്ക് അറിഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ മുഖം കാണാത്തോണ്ട് എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കണ്ടീഷൻ. ഐഡിയ മനസ്സിലായോ? അത് അപ്പൊ ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും, ഒന്ന് വരച്ചു നോക്കിക്കേ. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വരച്ചു നോക്കാം. ഞാൻ ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്ക്.
അപ്പോൾ കറക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു എന്ന് മനസ്സിലാക്കാലോ. ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും വരിക? നമുക്ക് പിന്നെ എന്താ കണ്ടീഷൻ? ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു, അത്രയും പോയിന്റിൽ എന്തില്ല, ഔട്ട്പുട്ട് ഒന്നും ഇല്ല. എപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്? ഇൻപുട്ട് വോൾട്ടേജ്, when the input voltage become greater than this V value. Okay, when input voltage is greater than this V value, output will be equal to input. അപ്പൊ അത്ര വരെ എന്തായിരിക്കും? We can draw like this, and after this V it will be same as input. Okay, then നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് എപ്പോഴും ഇതേപോലെ എന്താ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുവാണ് അല്ലെ. സോ നെഗറ്റീവ് അപ് ടു ദിസ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അത് നമ്മുടെ ഈ വോൾട്ടേജിൽ എത്രയാണോ ആ ലെവലിൽ തന്നെ നിൽക്കും. പോസിറ്റീവില് എത്ര വരാം? പോസിറ്റീവില് ഈ ഇൻപുട്ട് വോൾട്ടേജ് ആ വീനെക്കാട്ടിയും കൂടുന്ന സമയം വരെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻപുട്ടിൽ എന്താണോ ഉള്ളത് അതുപോലെ കിട്ടും. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. നല്ലോണം ശ്രദ്ധിക്കണേ. കൺസെപ്റ്റ് സിമ്പിൾ ആണ്, ബട്ട് ക്വസ്റ്റ്യൻ നല്ലോണം ട്വിസ്റ്റഡ് ആയിട്ട് വരും. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ ഈ സെക്ഷൻ്റെ അകത്തുനിന്ന്. ദെൻ വൺ മോർ, ഇതിൽ നേരെ റിവേഴ്സ് കേസാണ്, നെഗറ്റീവ്ലി ബയസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. ഇപ്പൊ ഈ കേസിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇനി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റണം ഡയോഡിന്റെ എന്താ, ഇവിടെ ഡയോഡിന്റെ പോസിറ്റീവ് നെഗറ്റീവ്, സോ നെഗറ്റീവ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ആക്ച്വലി പോസിറ്റീവ് ക്ലിപ്പർ ആൻഡ് നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് നെഗറ്റീവ്ലി ബയസ്ഡ്. ഓക്കെ, വൈ ദാറ്റ് ഈസ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് നെഗറ്റീവ്ലി ബയസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. സോ നിങ്ങൾ വേണമെങ്കിൽ റഫ്ലി ഇങ്ങനെ തന്നെ ആലോചിച്ചോ, നമുക്ക് ഈ ഡയോഡിന്റെ കണക്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ക്ലിപ്പർ ആണെന്ന് അറിയാലോ. പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും പോസിറ്റീവ് പാർട്ടിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബട്ട് നെഗറ്റീവ് പാർട്ട് ഏത് പോയിന്റിൽ കിട്ടും അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ബയാസിങ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ പോസിറ്റീവ് എന്താണ് പാർട്ട് ഔട്ട്പുട്ടിൽ ഒരിക്കലും കിട്ടൂല. ഓക്കെ, ബട്ട് നെഗറ്റീവ്, നമ്മുടെ നെഗറ്റീവ് സൈക്കിളിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ബിക്കോസ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഹിയർ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെ. ഇവിടെ എന്താ ഉള്ളത്? നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ദ ഡയോഡ് ഇസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് വി വുഡിൻ ഗെറ്റ് ദ ഔട്ട്പുട്ട് അല്ലെ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ, ഇവിടെ ഔട്ട്പുട്ട് ഒന്നും ഒബ്റ്റെയിൻ ചെയ്യൂല. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ വെൻ ദ ഡയോഡ് ഇസ് റിവേഴ്സ് ബയാസ്ഡ് വി ക്യാൻ ഒബ്റ്റെയിൻ ദ ഔട്ട്പുട്ട്. ഇപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എപ്പോഴാണ് റിവേഴ്സ് ബയാസ്ഡ് ആവുന്നത്? ഹിയർ വി ആർ അപ്ലൈയിങ് എ നെഗറ്റീവ് വാല്യൂ അല്ലെ, ഒരു -V എന്ന് പറയുന്ന വോൾട്ടേജ് നെഗറ്റീവ് ടെർമിനലിലുണ്ട്. ഇത് റിവേഴ്സ് ബയാസ്ഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം? റിവേഴ്സ് ബയാസ്ഡ് ആവണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം? നെഗറ്റീവ് സൈഡിൽ ഹൈ വാല്യൂ കിട്ടണം. അപ്പൊ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് when it is greater than -V, നെഗറ്റീവ്ലി ബയസ്ഡ് ആണ്. സോ when the input voltage is greater than -V, അപ്പൊ ഇവിടെ ഒരു ഹൈ വാല്യൂ വരണം അല്ലെ. ഇൻപുട്ട് വോൾട്ടേജ് greater than -V എന്ന് പറയുന്ന വാല്യൂ ആവുമ്പോൾ at that time only our diode get forward biased. So when the diode get forward biased, sorry, then only the diode get reverse biased അല്ലെ. When the input voltage is greater than -V, the diode get reverse biased. At that time only we get the output. So input voltage ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ -V എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഡയോഡ് റിവേഴ്സ് ബയസ് ചെയ്യുന്നത്. സോ ആ ടൈമിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇൻപുട്ടിലുള്ള എന്താണോ അത് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ് ഓഫ് നെഗറ്റീവ്ലി ബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. ഓർ വി ക്യാൻ സേ ഇത്രേ സംഭവിക്കുന്നുള്ളൂ, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലൊന്നും ഔട്ട്പുട്ട് അവൈലബിൾ അല്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നിങ്ങളുടെ ആ ഇൻപുട്ട് വോൾട്ടേജ് നമ്മുടെ ഇവിടെ കൊടുക്കുന്ന മൈനസ് വാല്യൂ, ലെറ്റ് ഇറ്റ് ബി -V. ഈ -V എന്ന് പറയുന്ന വോൾട്ടേജിനെക്കാട്ടിയും എപ്പോഴാണോ ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, okay, at that time diode get reverse biased and we will obtain the output. So our output waveform will be like this. Okay, and transfer characteristics. Transfer characteristics എങ്ങനെയായിരിക്കും? Transfer characteristics വരച്ച് നോക്ക്. നമുക്ക് നെഗറ്റീവ് അതുപോലെ കിട്ടും. ഏത് പോയിന്റ് വരാം? ഈ -V എന്ന് പറയുന്ന പോയിന്റ് വരാം. പിന്നെ ആ ഒരു പോയിന്റിൽ തന്നെ ഗ്രിപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്.
നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഈ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്? പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ, ബയാസ്ഡ് ക്ലിപ്പർ. കംപ്ലീറ്റ് ശരിയാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ്, ഓക്കെ, അതായത് പല വോൾട്ടേജിലുള്ള കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക